നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു T20 പോരാട്ടത്തിന്റെ മുഴുവൻ ആവേശവും അപ്രവചനീയതയും നിറഞ്ഞ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ മലർത്തിയടിച്ചിരിക്കുകയാണ് ശുഭ്മൻ ഗില്ലിന്റെ ടീം ഇന്ത്യ. ക്രിക്കറ്റ് പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടത്തിൽ 6 റൺസിന്റെ നാടകീയ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. പരാജയത്തിന്റെ വക്കിൽ വരെ എത്തിയ ശേഷമാണ് ഓവലിൽ ഇന്ത്യ അവിശ്വസനീയ വിജയം പിടിച്ചെടുത്തത്. 4ാം ദിനം തന്നെ ഇംഗ്ലണ്ട് വളരെ അനായാസം ജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. അവിടെ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് നടത്തി ഓവലിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ വീഴ്ത്തിയത്. തോൽവിക്കരികിൽ നിന്നും ഇന്ത്യ ഗംഭീര തിരിച്ചുവരവുമായി ജയിച്ചു കയറിയതെങ്ങനെയെന്ന് നോക്കാം. 374 റൺസിന്റെ വലിയ വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുന്നിൽ വച്ചപ്പോൾ ഇംഗ്ലണ്ടിന് ആരും വിജയസാധ്യത കൽപ്പിച്ചില്ല. ഓവൽ ഗ്രൗണ്ടിലെ ഇതുവരെയുള്ള റെക്കോർഡ് തന്നെയാണ് ഇതിന് കാരണം. നേരത്തെ 265 മുകളിൽ പോലും ടോട്ടൽ ഇവിടെ ഒരു ടീമും ചേസ് ചെയ്ത് ജയിച്ചിട്ടില്ല. എന്നാൽ റൺ ചേസിൽ ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ട് വിറപ്പിക്കുക തന്നെ ചെയ്തു. 4ാം വിക്കറ്റിൽ ജോ റൂട്ടും ഹാരി ബ്രൂക്കും ചേർന്ന് 195 റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ഇന്ത്യ തോൽവി മുന്നിൽ കണ്ടു. 19 റൺസിൽ നിൽക്കെ ബ്രൂക്കിന്റെ ക്യാച്ച് കൈവിട്ട മുഹമ്മദ് സിറാജിനെ എല്ലാവരും പഴിക്കുകയും ചെയ്തു. 4ാം ദിനം ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 301 റൺസിന് അതിശക്തമായ നിലയിലായിരുന്നു. 7 വിക്കറ്റുകൾ ശേഷിക്കെ അവർക്ക് ജയിക്കാൻ വേണ്ടത് വെറും 73 റൺസ് മാത്രം. ഇംഗ്ലണ്ട് ജയിച്ചെന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം പിന്നീടാണ് മത്സരം കീഴ്മേൽ മറിഞ്ഞത്. ക്രീസിൽ പാറ പോലെ നിന്ന റൂട്ട് ബ്രൂക്ക് ഇവരിൽ ഒരാളെ പുറത്താക്കിയാൽ ഇന്ത്യക്ക് തിരിച്ചുവരവ് സാധ്യതയുണ്ടായിരുന്നു. കാരണം ഓവലിലെ പിച്ചിൽ പുതുതായി ക്രീസിലെത്തുന്ന ഒരാൾക്ക് ക്രീസിൽ പിടിച്ചു നിൽക്കുകയെന്നത് എളുപ്പമല്ല. കാരണം പിച്ചിൽ നിന്നും അപ്രതീക്ഷിത ബൗൺസും സ്വിങ്ങുമെല്ലാം ലഭിക്കുന്നുണ്ടായിരുന്നു. റൂട്ട്, ബ്രൂക്ക് എന്നിവരിൽ ഒരാളെ പുറത്താക്കിയാൽ ജയിക്കാമെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിച്ചതും ഈ കാരണത്താലാണ്. ഒടുവിൽ ബ്രൂക്കിന്റെ വലിയൊരു പിഴവ് ഇന്ത്യയെ രക്ഷിക്കുകയും ചെയ്തു. ആകാശ്ദീപ് എറിഞ്ഞ 63ാമത്തെ ഓവറിലായിരുന്നു ഇന്ത്യ കാത്തിരുന്ന ആ ടേണിംഗ് പോയിന്റ്. 2ാമത്തെയും 3ാമത്തെയും ബോളുകളിൽ ബ്രൂക്ക് ബൗണ്ടറികൾ അടിച്ചിരുന്നു. അതുകൊണ്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. തൊട്ടടുത്ത ബോളിലും ബ്രൂക്ക് ആഞ്ഞടിച്ചപ്പോൾ ബാറ്റ് കയ്യിൽ നിന്നും വഴുതി തെറിച്ചു പോവുകയും ബോൾ നേരെ സിറാജിന്റെ കൈകളിലെത്തുകയും ചെയ്യുകയായിരുന്നു. കളിയിലെ ടേണിംഗ് പോയിന്റും ഇതുതന്നെയാണ്. ഇന്ത്യയെ തിരിച്ചുവരാൻ സഹായിച്ചതിൽ ബ്രൂക്കിനോടും നന്ദി പറയേണ്ടതുണ്ട്. ബ്രൂക്ക് മടങ്ങിയ ശേഷം തുടർന്ന് ക്രീസിലെത്തിയവർക്കൊന്നും പിച്ചിൽ പിടിച്ചു നിൽക്കാനായില്ല. ജേക്കബ് ബദേൽ യാതൊരു ടൈമിംഗുമില്ലാതെ പതർന്നതാണ് കണ്ടത്. വൈകാതെ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു. ഇതോടെ ടീമിനെ ജയിപ്പിക്കേണ്ട ചുമതല നേരത്തെ ക്രീസിലുള്ള റൂട്ടിലേക്ക് വരികയും ചെയ്തു. എന്നാൽ സെഞ്ചുറിക്ക് ശേഷം പ്രസിദ്ധിനെതിരെ ഒരു ലൂസ് ഷോട്ട് കളിച്ച് പുറത്തായതോടെ ഇന്ത്യ കളിയിൽ പൂർണ്ണമായി പിടിമുറുക്കി 337 മുതൽ 6 വരെ. പിന്നീട് ഇന്ത്യൻ പേസർമാർ കത്തിക്കയറിയപ്പോൾ ഇംഗ്ലീഷ് ചാരമാവുകയും ചെയ്തു. 3ന് 310 നിന്നും വെറും 66 റൺസിനിടെയാണ് ശേഷിച്ച 7 വിക്കറ്റുകളും ഇന്ത്യ കടപുഴക്കിയത്. ഫൈഫറുമായി സിറാജും 4 വിക്കറ്റുമായി പ്രസിദ്ധും ഇംഗ്ലണ്ടിന്റെ അന്തകരാവുകയും ചെയ്തു.